നമസ്കാരം. ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ സ്വർണ്ണ വിപണിയിൽ നിന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള ഒരു ചാഞ്ചാട്ടം നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫെബ്രുവരി 5. ഒരു പവൻ സ്വർണത്തിന് ഇന്ന് കേരളത്തിൽ 1,13,240 രൂപയാണ് വില. ഇത് കേൾക്കുമ്പോൾ സ്വർണ്ണപ്രേമികൾക്ക് ഒരേ സമയം ആശ്വാസവും എന്നാൽ വിപണിയുടെ പോക്കിനെക്കുറിച്ച് ചെറിയൊരു ആശങ്കയും ഉണ്ടാകുന്നുണ്ട്. കാരണം വിപണി ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ മുകളിലേക്കും താഴേക്കും വല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ വിലയൊന്ന് വിശകലനം ചെയ്യാം. ഇന്നലെ അതായത് ഫെബ്രുവരി 4 ഒരു പവൻ സ്വർണത്തിന്റെ വില 1,16,920 രൂപയായിരുന്നു. അവിടെ നിന്നാണ് ഇന്ന് 3,680 രൂപ ഒറ്റയടിക്ക് കുറഞ്ഞ് 1,13,240 എത്തിയത്. ഈ മാസത്തെ മാത്രം കണക്കെടുത്താൽ കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ ഉണ്ടായ മാറ്റങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഫെബ്രുവരി 1 ഒരു പവന് 1,17,760 രൂപയായിരുന്നു വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു അത്. എന്നാൽ തൊട്ടടുത്ത ദിവസം അതായത് ഫെബ്രുവരി 2 ഉച്ചയ്ക്ക് വില 1,07,920 രൂപയിലേക്ക് താഴ്ന്നു. അതായത് വെറും 24 മണിക്കൂറിനുള്ളിൽ 10,000 രൂപയോളം വ്യത്യാസം. അവിടെ നിന്ന് വില വീണ്ടും ഉയർന്നു. ഇപ്പോൾ വീണ്ടും കുറയുന്നു. ഇതിനെയാണ് നമ്മൾ വിപണിയിലെ അസ്ഥിരത അഥവാ ചാഞ്ചാട്ടം എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാതെ ഓടിക്കളിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രധാനമായും ആഗോളതലത്തിൽ നടക്കുന്ന വലിയ ചില മാറ്റങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം അമേരിക്കൻ സാമ്പത്തിക നയങ്ങളാണ്. 2026 തുടക്കത്തിൽ അമേരിക്കൻ ഫെഡറൽ റിസർവിൽ പുതിയ നേതൃത്വം വന്നതും ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളും ഡോളറിനെ കൂടുതൽ കരുത്തനാക്കി. സാധാരണയായി ഡോളർ ശക്തമാക്കുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുറയാറുണ്ട്. ഇതിന്റെ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കേരളത്തിലും കാണുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മുടെ രാജ്യത്തെ ബജറ്റ് പ്രഖ്യാപനമാണ്. 2026 ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 5% കുറച്ചത് വിപണിയിൽ വലിയ കുറവുണ്ടാക്കാൻ സഹായിച്ചു. പക്ഷേ ഇതിനിടയിലും ആഗോളതലത്തിലുള്ള യുദ്ധ സാഹചര്യങ്ങളും ഭൗമരാഷ്ട്രീയ തർക്കങ്ങളും സ്വർണത്തെ ഇടയ്ക്കിടെ മുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വില കുറയുകയും തൊട്ടടുത്ത ദിവസം തന്നെ കൂടുകയും ചെയ്യുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർണം വാങ്ങാൻ നിൽക്കുന്ന സാധാരണക്കാർ എന്ത് ചെയ്യണം എന്നതാണ്. വിവാഹ ആവശ്യങ്ങൾക്കോ മറ്റോ സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വിലക്കുറവ് ഒരു നല്ല അവസരമാണ്. കാരണം പവന് 3,000 രൂപയ്ക്ക് മുകളിൽ കുറയുക എന്നത് ചെറിയ ലാഭമല്ല നൽകുന്നത്. എന്നാൽ വിപണി ഇപ്പോൾ ഒരു ചാഞ്ചാട്ടത്തിലായതുകൊണ്ട് കയ്യിലുള്ള മുഴുവൻ പണവും എടുത്ത് ഒറ്റയടിക്ക് സ്വർണം വാങ്ങുന്നതിനേക്കാൾ ഈ വിലക്കുറവുള്ള ദിവസങ്ങളിൽ കുറച്ചുമായി വാങ്ങുന്നതായിരിക്കും ബുദ്ധി. പലരും സ്വർണത്തെ ഒരു നിക്ഷേപമായിട്ടാണ് കാണുന്നത്. നിക്ഷേപകർക്ക് ഈ സമയം അല്പം ജാഗ്രത വേണ്ട സമയമാണ്. വില ഇനിയും താഴാൻ സാധ്യതയുണ്ടോ അതോ വീണ്ടും ഉയരുമോ എന്ന് ആർക്കും കൃത്യമായി പറയാൻ പറ്റാത്ത സാഹചര്യമാണിത്. ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സ്വർണത്തിന് നൽകേണ്ട കൃത്യമായ ശതമാനം മാത്രം നിലനിർത്തുക. ഫെബ്രുവരി മാസത്തെ വരും ദിവസങ്ങളിലും ഈ ചാഞ്ചാട്ടം തുടരാൻ തന്നെയാണ് സാധ്യത. ഡോളറിന്റെ മൂല്യം, ക്രൂഡ് ഓയിൽ വില, അന്താരാഷ്ട്ര വിപണിയിലെ ഡിമാൻഡ് എന്നിവയെല്ലാം വരും ദിവസങ്ങളിലും സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. അതുകൊണ്ട് സ്വർണം വാങ്ങുന്നതിന് മുൻപ് അന്നത്തെ കൃത്യമായ വിലയും വിപണിയിലെ ട്രെൻഡും പരിശോധിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രദേശത്തെ ഇന്നത്തെ സ്വർണ്ണവില എത്രയാണെന്നും ഈ വിലക്കുറവിനെ നിങ്ങൾ എങ്ങനെ കാണുന്നുവെന്നും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂടുതൽ ബിസിനസ് വാർത്തകൾക്കും വിപണി വിശകലനങ്ങൾക്കുമായി ഇക്കണോമിക്സ് ടൈംസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പ്രധാന വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണത്തിലോ ഓഹരി വിപണിയിലോ ഉള്ള പണം ഇടപാടുകൾ നടത്തുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യേണ്ടതാണ്. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക.